പ്രിഡേറ്റർ ബാഡ്ലാൻഡ്സ് സിനിമ നവംബർ 7-ാം തീയതി റിലീസ് ചെയ്യുകയുണ്ടായി. ആ സിനിമയെ പറ്റിയുള്ള ഒരു വിലയിരുത്തലാണ് ഈ വീഡിയോ. പ്രിഡേറ്റർ സിനിമകളിലെ ഒരു പ്രത്യേകത എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാളായിട്ടും പ്രിഡേറ്റർ എന്നുള്ള ജീവിയെ വില്ലനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആൻറ്റഗോണിസ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു സിനിമയിൽ അതിൻ്റെ ഒരു ശൈലി മാറ്റി ഒരു പുതിയ ശൈലിയായ പ്രിഡേറ്ററിനെ ഹീറോ എന്നുള്ള രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നിരിക്കുകയാണ്. പ്രിഡേറ്റർ മറ്റുള്ള സിനിമകളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞ അപ്പെക്സ് പ്രിഡേറ്റർ അല്ല, ഏതൊരു ജീവിയെയും റൂത്ത്ലെസ് ആയിട്ട് ഹണ്ട് ചെയ്ത് ട്രോഫികൾ കൈകാര്യം ചെയ്യുന്ന, അതായത് തലയോട്ടി, മനുഷ്യൻ്റെ തലയോട്ടി അല്ല ട്രോഫി ആയിട്ട് എടുത്ത് കൊണ്ടുപോകുന്ന ഒരു ഇതാണ്. ഹണ്ടിങ് ആൻഡ് ട്രോഫി കളക്ഷനാണ് പ്രിഡേറ്റർ എന്നുള്ള ജീവിയുടെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷേ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇത് ഭൂമിയിലല്ല ഈ സിനിമയുടെ സെറ്റിങ്സ് നടക്കുന്നത്. ഇപ്പോൾ ഒരു പ്രിഡേറ്ററിൻ്റെ പ്ലാനറ്റിൽ അവിടെ ഒരു വലിയ അവരുടെ ക്ലാനിൽ നടക്കുന്ന ഒരു സംഘർഷത്തെ തുടർന്ന് അവിടുന്ന് നമ്മുടെ നായകനായിട്ടുള്ള യൗച്ച എന്നുള്ള ആ ഒരു കുലത്തിൽപ്പെട്ട പ്രിഡേറ്റർ, പ്രിഡേറ്ററിൻ്റെ പേരാണ് ഡെക്ക് തൻ്റെ ആ ഒരു റെസ്പെക്റ്റ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഡെത്ത് പ്ലാനറ്റായ ഗന്നയിൽ പോകുന്നതും അവിടെ കലിൻക് എന്നുള്ള ഒരു വലിയ ഒരു സത്വത്തെ അല്ലെ അതുപോലത്തെ ഉള്ള ഒരു എപ്പെക്സ് അതിനെക്കാട്ടിയും വലിയൊരു പ്രെഡേറ്ററുമായിട്ട് യുദ്ധം നടത്തി അതിനെ കൊന്നിട്ട് ട്രോഫി കൊണ്ടുവന്ന ശേഷം തൻ്റെ കുലത്തിൽ തൻ്റെ സ്ഥാനം വീണ്ടെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ആ പ്ലാനറ്റിൽ പോകുന്നത്. ഇതാണ് ആ സിനിമയുടെ പ്രധാനപ്പെട്ട പ്ലോട്ട്. പിന്നെ ഇതിൻ്റെ ഒരു ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലർ ആവും, അതുകൊണ്ട് ഈ വീഡിയോയിൽ തൽക്കാലം അത് സൂചിപ്പിക്കുന്നില്ല. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പ്രോസ്തെറ്റിക്സ് ആയാലും മേക്കപ്പ് ആയാലും വളരെ അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പ്രിഡേറ്റർ 1 സിനിമയിൽ കാണുന്നുണ്ട്, നമ്മളെ ക്ലൈമാക്സ് സീൻ ആകുമ്പോഴത്തേക്ക് മാത്രമാണ് പ്രിഡേറ്ററിൻ്റെ ആ ഒരു ഹെൽമെറ്റ് മാറ്റിയിട്ട് നമ്മൾ അതിൻ്റെ ആ റിയൽ ഫേസ് കാണുന്നത്. പക്ഷേ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ ആ ഹെൽമെറ്റ് അതിന് പോവുകയാണ്. അതുകൊണ്ട് അതിൻ്റെ ആ ഫേസ് എപ്പോഴും എക്സ്പോസ്ഡ് ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫേസിലുള്ള എക്സ്പ്രഷൻസും അതിൻ്റെ കണ്ണ് അതൊക്കെ വളരെ നല്ല രീതിയിൽ എക്സ്പ്രസീവായിട്ട് വന്നിട്ടുണ്ട്. അത് ആ മേക്കപ്പിൻ്റെ ആ ഒരു എക്സ്ട്രീം ലെവലിൽ നിന്ന് വേണമെങ്കിൽ നമുക്കത് പറയാൻ പറ്റും, അത്ര ബെറ്ററായിട്ട് ചെയ്തിട്ടുണ്ട് മേക്കപ്പ്. പിന്നെ ഈ സിനിമയിൽ പ്രിഡേറ്ററായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഡിമിട്രസ് ഷൂഷർ കൊലബന്തക്കി എന്ന ഒരു അദ്ദേഹമാണ് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് പ്രിഡേറ്ററായിട്ട്. പിന്നെ ഇതിനകത്ത് ഹ്യൂമൻ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഈ സിനിമയിലില്ല. ഇതിനകത്ത് മനുഷ്യരൂപമുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം ഒരു റോബോട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് എന്നുള്ള ഒരു രീതിയിലാണ്, സിന്തറ്റിക് അന്ന് അതിനെ അറിയപ്പെടുന്നത്. അവരുടെ ഒരു കൂട്ടം ആൾക്കാർ ഡെത്ത് പ്ലാനറ്റിൽ വരുന്നതും നമ്മുടെ നായകനായിട്ടുള്ള പ്രിഡേറ്റർ ഡെക്കുമായിട്ടുള്ള ഇടപഴകലും അതിനെ തുടർന്നുണ്ടാകുന്ന സംഘർഷമൊക്കെയാണ് ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട പ്ലോട്ട് പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റുള്ള പ്രിഡേറ്റർ സിനിമകൾ വെച്ച് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക് ആണെങ്കിലും ഇതിൻ്റെ വിഷ്വൽ അപ്പീലാണെങ്കിലും ഇതിൻ്റെ സ്റ്റോറിയും ആ സ്റ്റോറിക്കകത്ത് പറയുന്ന കാര്യങ്ങളുടെ ഡെപ്തും ഒക്കെ വളരെ റിലവൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത്. കാരണം ഇത്രയും നാൾ നമ്മൾ കണ്ട പ്രിഡേറ്ററിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉള്ള ഒരു പുതിയ നറേറ്റീവ് കൊണ്ടുവരാൻ ഈ സിനിമയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഈ സിനിമയുടെ വിശദാംശങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാൻ ട്രാച്ചൻബർഗ് അദ്ദേഹം പ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് മുന്നേ അത് സംവിധാനം ചെയ്തിട്ട് അതിനുശേഷം ഒരു അനിമേഷൻ മൂവിയും ഇവരുടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഓൺലൈനിൽ OTT ആയിട്ട് വന്ന മൂവിയായിരുന്നു, കില്ലേഴ്സ് ഓഫ് ദ കില്ലേഴ്സ് എന്ന് പറഞ്ഞു. അപ്പം ഈ ഒരു 3 മൂവീസ് അദ്ദേഹം സംവിധാനം ചെയ്തപ്പോഴത്തേക്ക് അതിൽ തന്നെ അദ്ദേഹം ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റ് ആയാലും അതിൻ്റെ മ്യൂസിക് ആയാലും അതിൻ്റെ പ്രൊഡക്ഷൻ വർക്കുകൾ, മേക്കപ്പ്, അതിൻ്റെ ഈവൻ സ്റ്റോറി, അതിൻ്റെ ഫിലോസഫിക്കൽ ഡെപ്ത് അതൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഒരു അധികം സ്പോയിലറിലേക്ക് പോകാതെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രിഡേറ്റർ എന്നുള്ള ജീവി മറ്റാരുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് തന്നെയാണ് വേട്ടയാടുന്നത്. അതാണ് അതിൻ്റെ ഒരു സ്റ്റൈൽ, ഒരു പ്രോ മാസ്കുലിൻ പ്രോ മാച്ചോ എന്നുള്ള ഒരു രംഗമാണ് പ്രിഡേറ്റർ എപ്പോഴും ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഒരു സെറ്റിങ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ട പോലെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പാർട്ടിൽ കണ്ട പോലെ പ്രിഡേറ്ററിൻ്റെ കയ്യിലുള്ള ആ ഒരു സ്റ്റെൽത്ത് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ല. ഇതിവിടെ പ്രിഡേറ്ററിന് അപ്രത്യക്ഷനാവാൻ പറ്റത്തില്ല. കാരണം അങ്ങനത്തുള്ള സാധനങ്ങളൊന്നും ഇല്ലാതെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടാണ് പ്രിഡേറ്റർ ഇവിടെ അദ്ദേഹത്തിൻ്റെ മിഷന് വേണ്ടി വന്നേക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തൊക്കെയാണ് ആ ലിമിറ്റേഷൻസ്, ആ ഒരു ലേസർ ഗണ്ണില്ലാതെ, തോളിലിരിക്കുന്ന ലേസർ ഗണ്ണില്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള ക്ലോക്ക് പോലത്തുള്ള
ആ സാധനം ഇല്ലാതൊക്കെ എങ്ങനെ പ്രിഡേറ്റർ അതിനെ നേരിടും എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് പ്രിഡേറ്ററിൻ്റെ കയ്യിൽ ഉള്ള വെപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സോഡുണ്ട്, പിന്നെ ആ ബ്ലേഡുണ്ട് കയ്യിൽ നിന്ന് പോകുന്ന ആ 2 സാധനങ്ങൾ വെച്ചിട്ടാണ് പ്രിഡേറ്റർ ചെയ്യുന്നത്. പിന്നെ ഒരു സമയം എത്തുമ്പോഴത്തേക്ക് ഇതെല്ലാം പോയ ശേഷം ആ ഒരു പ്ലാനറ്റിലെ സാധനങ്ങൾ കൊണ്ട് പ്രിഡേറ്റർ പലത് ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു രംഗമുണ്ട്. അത് ശരിക്കും ബംസ് മൊമെന്റ് തന്നെയാണ്. നല്ല മാസ് മൊമെന്റ്സ് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അത് ശരിക്കും നമ്മൾ ആ രംഗത്തിലൊക്കെ നമ്മൾ ശരിക്കും കൈയടിച്ചു പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി തന്നെയാണ്. പ്രിഡേറ്റർ 1 മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രിഡേറ്റർ ഫ്രാഞ്ചൈസിയിൽ ബെസ്റ്റാണ്. കാരണം പ്രിഡേറ്റർ 1 എന്ന് പറയുന്നത് നമുക്കെല്ലാം ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയാണ്. അർണോൾഡ് ഷ്വാസ്നഗർ ഉണ്ട് അതിനകത്ത്. പ്രിഡേറ്ററും അർണോൾഡും തമ്മിലുള്ള ആ ഒരു ദ്വന്ദ്വയുദ്ധം എന്നുള്ളത് വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റണ്ട് സീൻസ് ആണ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഹോളിവുഡ്. അതെല്ലാവരും ഇന്നും ഓർക്കുന്നതാണ് അതിൻ്റെ ആ ഒരു ഭീതി. പിന്നീട് അതിന് ശേഷം വന്ന പ്രിഡേറ്റർ മൂവികൾ അതിൻ്റെ ഒരു ലെഗസി കാത്തു സൂക്ഷിക്കുന്നതിൽ എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അതിന് ശേഷം വന്നതെല്ലാം ഒബിയസ്ലി ബിസിനസ് റീസൺസിൻ്റെ പുറത്ത് പിന്നീട് സിനിമകൾ വന്നതാണ്. പക്ഷേ നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന പ്രിഡേറ്ററിലെ നമ്മൾ ആ ഒരു ഭയത്തോടെ കണ്ടിരുന്ന പ്രിഡേറ്ററിനെ ഒരു പുതിയ ഒരു മുഖം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സംവിധായകൻ ഇതിൽ വിജയിച്ചു. അതിൻ്റെ ഫലമാണ് ഉള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു സൗണ്ടും മറ്റുള്ള 3Dയും ഒക്കെ ഇത് ശരിക്കും തിയേറ്ററിൽ തന്നെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ തിയേറ്ററിൽ തന്നെ പോയി 3Dയിൽ തന്നെ കാണുക. 3Dയിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്പെഷ്യലി ആ പ്രിഡേറ്ററിൻ്റെ ആ ബ്ലേഡ്, ആ വാള് കൊണ്ടുള്ള ഫൈറ്റ് എല്ലാം നല്ല ഹൈലി എഫക്റ്റീവ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു വളരെ നാളിന് ശേഷം ഒരു നല്ല 3D എക്സ്പീരിയൻസ് പോലും തിയേറ്ററിൽ തരാൻ ഇതിന് പറ്റിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തിൽ സംവിധായകൻ നല്ല രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇതിൻ്റെ അടുത്ത പാർട്ട് ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഞാൻ സിനിമ തീർന്ന് തന്നെ തിയേറ്ററിൽ നിന്ന് ഞാൻ പോയിരുന്നു. അതിനുശേഷം എന്തെങ്കിലും ഡീറ്റെയിൽസ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാൻ കണ്ടില്ല. ബട്ട് ഓവറോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്രിഡേറ്റർ മൂവി ഇൻ ദിസ് ഡെക്കേഡ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോയി കാണാം. അത് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റും ഉള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. താങ്ക് യു.